ജനങ്ങൾക്കും എൻ്റെ എളിയ നമസ്കാരം. ഭാഗവതത്തിലെ സൃഷ്ടിയെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടിയെപ്പറ്റി പറയുന്ന സമയത്ത് ഞാൻ ദക്ഷനെപ്പറ്റി പരാമർശിക്കുന്ന സമയത്ത് ദക്ഷന് 2 ജന്മമുണ്ട് എന്ന് പറഞ്ഞു. ആ 2 ജന്മത്തിനെയും വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാനിത് 2 ജന്മത്തിനെയും പറ്റി പറയുന്നത്. ദക്ഷൻ്റെ ആദ്യത്തെ ജന്മം ബ്രഹ്മാവിൻ്റെ വലതുകാലിലെ പെരുവിരലിൽ നിന്നും ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യത്തെ ജന്മത്തിൽ അച്ഛനും അമ്മയും എല്ലാം ബ്രഹ്മാവ് തന്നെ. ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്വയംഭൂമനുവിനും ശതരൂപയ്ക്കും കൂടി 3 പുത്രിമാരും 2 പുത്രന്മാരും ഉണ്ടായിരുന്നു. അതിലെ 3ാമത്തെ പുത്രിയായ പ്രസൂതിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അതിൽ അദ്ദേഹത്തിന് 50 പുത്രിമാരും അഷ്ടവസുക്കളും ഉണ്ടായി. അങ്ങനെ 58 സന്താനങ്ങൾ ഉണ്ടായി ആദ്യത്തെ ജന്മത്തിൽ. ഇനി 2ാമത്തെ ജന്മത്തിലേക്ക് കിടക്കാം. ബർഹിസ് ശതദ്രുയി എന്ന ദമ്പതികൾക്ക് പ്രചേതസ്സുകൾ എന്ന 10 പുത്രന്മാരുണ്ടായിരുന്നു. ഈ 10 പുത്രന്മാരും കൂടി മരീഷ എന്ന വനത്തിൽ പറഞ്ഞ ഒരു കന്യകയെ വിവാഹം കഴിച്ചു. ഈ മനീഷയെ വനത്തിലെ വനവൃക്ഷാദികളെല്ലാം കൂടി വളർത്ത ഒരു സുന്ദരിയായ കുട്ടിയാണ്. ആ മനീഷയിൽ ഉണ്ടായതാണ് ദക്ഷൻ. അപ്പോൾ 2ാമത്തെ ജന്മത്തിൽ അദ്ദേഹത്തിന് അച്ഛന് എന്ന് പറയുന്ന 10 പേരും അമ്മ എന്ന് പറയുന്ന മരീഷ എന്ന ഒരു സ്ത്രീയും ആണ്. അദ്ദേഹം പഞ്ചജനപുത്രിയായ അസിഗ്നിയെ വിവാഹം കഴിച്ചു. അതിൽ അദ്ദേഹത്തിന് ഹരിശ്വന്മാർ എന്ന 1000 പുത്രന്മാർ ആദ്യമുണ്ടായി. 1000 പുത്രന്മാർ ഹരിശ്വന്മാർ എന്ന പുത്രന്മാർ ആദ്യമുണ്ടായി. അവർ നാരദ മുനിയുടെ ഉപദേശപ്രകാരം സന്യാസിമാരായി പോയി. 2ാമത് ശബലന്മാർ എന്ന 1000 പുത്രന്മാർ വീണ്ടും ഉണ്ടായി. അവരും അങ്ങനെ സന്യാസിമാരായി പോയി. പിന്നെ 60 പുത്രിമാരുണ്ടായി. അങ്ങനെ 2060 സന്താനങ്ങൾ 2ാമത്തെ ദക്ഷനും ഉണ്ടായി. ഇനി ആദ്യ ദക്ഷനാണ് നമ്മളുടെ ദക്ഷയാഗം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പുത്രിയല്ല ശ്രീപാർവതി. ആ കഥ ഞാൻ വീണ്ടും പറയാം. അദ്ദേഹത്തിൻ്റെ പുത്രിയല്ല, ഭാര്യയിൽ പിറന്ന പുത്രിയല്ല എന്നർത്ഥം, വളർത്തു പുത്രിയാണ് എന്നർത്ഥം. ഇത് ഞാൻ വീണ്ടും പറയാം. ഇനി 2ാമത് വേറൊരു കാര്യം ഞാൻ പറയേണ്ടായി. സരസ്വതി ദേവിയെ പറ്റി പരാമർശിച്ചു. ഭംഗിയിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ഭംഗിയിൽ നിന്ന് സരസ്വതി ദേവിയെ സൃഷ്ടിച്ചു എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. അത് പറയാൻ കാരണം, ഒരവസരത്തിൽ സരസ്വതി ദേവിയെ അദ്ദേഹം സ്വന്തം മടിയിൽ വെച്ച് സരസ്വതി ദേവിയുടെ ഭംഗിയെ ആസ്വദിക്കുന്ന സമയത്ത് പുലസ്ത്യനും ദക്ഷനും കൂടി അതിനെ പരിഹസിക്കുകയും മാത്രമല്ല ഇത് തെറ്റാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ബ്രഹ്മദേവൻ സൃഷ്ടി ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് അറിയാത്ത ഒന്നുമില്ല. അദ്ദേഹം അതിന് എതിർക്കോ ഒന്നും ചെയ്തില്ല. അതിൽ നിന്നും മാറി നിന്നു. നമ്മൾ മനസ്സിലാക്കിയത് തെറ്റാണ്. അദ്ദേഹം തെറ്റായ രീതിയിലല്ല സരസ്വതിയെ നോക്കി, സ്വന്തം പുത്രിയുടെ ഭംഗി സ്വയം ആസ്വദിക്കുകയായിരുന്നു. അതിനെ വേറെ വിധത്തിൽ ചിത്രീകരിക്കുകയാണ് പല ജനങ്ങളും. അതുതന്നെയാണ് ദക്ഷനും പുലസ്ത്യനും ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രി തന്നെയാണ് സരസ്വതി. അതൊന്ന്. 2ാമത് നാരദന്, ദക്ഷന് 2 ജന്മമാണെങ്കിൽ നാരദന് 3 ജന്മമാണ്. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം. പക്ഷേ വീണ്ടും പറയേണ്ടതായ അവസരങ്ങൾ വരും. ഭാരതത്തിലായാലും ഭാഗവതത്തിലായാലും ഇങ്ങനെ മുന്നിൽ പറഞ്ഞത് പിന്നിൽ പറഞ്ഞത് മുമ്പിൽ പറയേണ്ട രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പറയണം. നാരദന് 3 ജന്മമാണ്. ആദ്യത്തെ ജന്മൽ ബർഹണൻ എന്ന ഗന്ധർവനായിരുന്നു. അദ്ദേഹം സ്ത്രീലോലുപനായിരുന്നു. എപ്പോഴും സ്ത്രീകളുടെ കൂടെ നടക്കുക, അങ്ങനെ സ്വന്തം കർമ്മങ്ങളെല്ലാം മറന്ന് ആ ഗന്ധർവൻ എപ്പോഴും സ്ത്രീലോലുപനായി നടന്നിരുന്നു. അതിൻ്റെ ഫലമായി അദ്ദേഹം ശപിക്കപ്പെട്ട അടുത്ത ജന്മത്തിൽ
ഒരു സ്ത്രീ സ്ത്രീ യോനിയിൽ, അതായത് ശൂദ്രയോനിയിൽ അദ്ദേഹത്തിന് ജന്മം നൽകപ്പെടേണ്ടി വന്നു. ആ പാപത്തിൻ്റെ പൂർവ്വകാലം ചെയ്ത പാപത്തിൻ്റെ ഫലമായി ശൂദ്ര യോനിയിൽ ദാസീപുത്രനായി അദ്ദേഹം ജന്മം നൽകി. ദാസീപുത്രൻ എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന ദാസി വളരെ മോശമായ ദാസിയല്ല, അതുകൂടെ നിങ്ങൾ ആലോചിക്കണം. ദാസി പറഞ്ഞാൽ പൊതുവെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു സ്ത്രീ എന്ന ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ ഇവിടെ മാമുനികൾ, പല മുനികളും ഇവിടെ വന്ന് താമസിച്ചിരുന്നു. അവരുടെ പൂജാധികാരങ്ങളെല്ലാം ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുക. അങ്ങനത്തെ ഒരു ദാസിയായിരുന്നു. അവരുടെ പുത്രനായി ഇദ്ദേഹം ജനിച്ചു. അപ്പോൾ അമ്മ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ മഹർഷിമാരെ എപ്പോഴും ആദരിക്കുകയും അവർക്ക് വേണ്ട പൂജാകർമ്മങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും അവരുടെ കൂടെ മന്ത്രം ചൊല്ലുന്ന സമയത്ത് അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ എല്ലാം ചെയ്തു. അങ്ങനെയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. അതിനുശേഷം ഈ ബാലൻ അനാഥയായി. അദ്ദേഹം ഇങ്ങനെ പോയി നദിക്കരയിലൊക്കെ പോയിരുന്നു. ശ്രീനാരായണനെ എപ്പോഴും ഭജിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായി ഒരു പ്രാവശ്യം ഒരു അശരീരി കേട്ടു. അശരീരി എന്താ പറഞ്ഞു വെച്ചാൽ, ബല, നീ കഴിഞ്ഞ ജന്മം ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ വന്ന് ജനിച്ചത്. അതുകൊണ്ട് ഈ ജന്മത്തിൽ നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. പക്ഷേ നീ ഈ ജന്മത്തിൽ ചെയ്യുന്ന പുണ്യത്തിൻ്റെ ഫലമായി അടുത്ത ജന്മത്തിൽ എപ്പോഴും എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളായി തീരും. ആ സമയത്ത് ഞാൻ നിന്നെ കാണും എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ 3 ജന്മം, അതാണ് 3ാമത്തെ ജന്മത്തിൽ ബ്രഹ്മാവിൻ്റെ പുത്രനായി നാരദൻ ബ്രഹ്മാവിൻ്റെ തുടയിൽ നിന്നും ഉത്ഭവിച്ചു. എപ്പോഴും നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. ഇനി നമുക്ക് അടുത്തതിൽ പറയാം. നമസ്കാരം.